അനുസരിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള മതങ്ങളെ ബഹുമാനിച്ച് ഇതര മതങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഇന്ത്യയുടെ ഭരണഘടനയെ കാത്തു സൂക്ഷിക്കൽ ഓരോ ഇന്ത്യൻ പൗരന്റെയും കർത്തവ്യമാണ്. അത് നാം നിർവഹിക്കുക തന്നെ ചെയ്യും. 1948 ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഏറ്റുമുട്ടൽ നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളോട് വന്നിട്ട് അന്നത്തെ ചില കുബുദ്ധികൾ ചോദിച്ചു, പാകിസ്ഥാനിൽ മുസ്ലിമീങ്ങളല്ലേ ഉള്ളത്, അവർ ഇന്ത്യയോട് ഏറ്റുമുട്ടാനല്ലേ വന്നിട്ടുള്ളത്, ഇന്ത്യക്കാരാണെങ്കിലോ നിങ്ങളും മുസ്ലിമീങ്ങളാണല്ലോ, നിങ്ങളിപ്പോ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യുമോ അതല്ല നിങ്ങൾ പാകിസ്ഥാനിന് സപ്പോർട്ട് ചെയ്യുമോ എന്ന്. മഹാനായ ബാഫഖി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി ഇന്ത്യൻ മുസൽമാൻ ഓരോ ആളുകളും എന്നും പ്രതിജ്ഞാപൂർവം അതിനെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു മറുപടിയായിരുന്നു. അവർ പറഞ്ഞു, പാകിസ്ഥാൻ പോകട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിയുറങ്ങുന്ന സാക്ഷാൽ സൗദി പോലും ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് വരികയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പൊരുതാൻ മുന്നിലെ സഫിൽ നമ്മളുണ്ടാകുമെന്ന് മഹാനായ ബാഫഖി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യയെ എത്രമാത്രം നമ്മുടെ മുൻഗാമികൾ സ്നേഹിച്ചു, ഈ ഇന്ത്യക്ക് വേണ്ടി എത്ര ആളുകൾ രക്തസാക്ഷിയായി. നമുക്കറിയാം, സ്വന്തം മക്കളെ പോലും പണയപ്പെടുത്തി ഇന്ത്യക്ക് വേണ്ടി, ഇതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗപൂർവം ജീവിതം നയിച്ച മഹാനായ ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകളുടെ അനുയായികളാണ് നാം. ഈ ഇന്ത്യക്ക് വേണ്ടി എന്നും നാം മുന്നോട്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരു പക്ഷേ നമ്മുടെ രക്തമോ മാംസമോ മജ്ജയോ ആവശ്യമാണെങ്കിൽ അതും സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഈ റിപ്പബ്ലിക് ഡേയുടെ സന്ദർഭത്തിൽ നാം സാന്ദർഭികമായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ നാടിനെ സ്നേഹിക്കുവാനും അതുവഴി ദീനിന്റെ ഖിദ്മത്ത് ചെയ്യുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ കൂടുതലൊന്നും പറയാതെ ഇന്നത്തെ ഈ ചടങ്ങിന് മുഴുവൻ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ അസ്ഹരി അറബിക് കോളേജിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങൾക്കും അല്ലാഹു ആഫിയത്തും ഇസ്സത്തും റാഹത്തും ചെയ്യണേ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ ചടങ്ങിന് ഒരു പുതിയ ഗസ്റ്റ് നമുക്ക് മുഖ്യാതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്.